സംസ്ഥാനത്ത് ഇന്നു മുതൽ ക്രിസ്മസിനോടനുബന്ധിച്ചുള്ള ആനുകൂല്യ വിതരണം സജീവമാകുന്നു. ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ചുള്ള തുക വിതരണത്തിന് പുറമെ വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പും സംസ്ഥാന ബജറ്റും കണക്കിലെടുത്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ കുടിശ്ശിക തീർത്ത് വിവിധ മേഖലകളിലേക്ക് വർദ്ധിപ്പിച്ച പെൻഷൻ തുകയും മറ്റ് ആനുകൂല്യ വിതരണവും ആരംഭിക്കാൻ പോകുന്നത്. ആദ്യഘട്ടത്തിൽ ബാങ്ക് അക്കൗണ്ട് നമ്പറുകൾ നൽകിയിട്ടുള്ള 26 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് തുക കൈമാറും. അതിനുശേഷം 24 ലക്ഷത്തോളം വരുന്ന കൈകളിൽ പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് വീടുകളിലെത്തി പെൻഷൻ തുകയും കുടിശ്ശിക തുകയും കൈമാറും. ജനുവരി മാസം മുതൽ പുതിയ പെൻഷൻ വിതരണ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ വിതരണം ആരംഭിക്കുന്നതിന്റെ ഭാഗമായി പെൻഷൻ ഗുണഭോക്താക്കളുടെ വിവരങ്ങൾ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് ശേഖരിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചു. വിവിധ സ്കീമുകളിലായി പെൻഷൻ കൈപ്പറ്റുന്ന 8 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് 200 മുതൽ 500 വരെയുള്ള കേന്ദ്രവിഹിതം കൂടിച്ചേർത്താണ് പെൻഷൻ തുക എത്തിച്ചേരുക. ഡിസംബർ മാസത്തിലെ തുക വിതരണം ചെയ്തപ്പോൾ പെൻഷൻ തുക എത്തിച്ചേരാത്ത ഗുണഭോക്താക്കൾക്ക് ഇന്നു മുതൽ സാങ്കേതിക തകരാറുകൾ പരിഹരിച്ച് വിതരണം കൂടുതൽ സജീവമാക്കും. 50 വയസ്സ് കഴിഞ്ഞ അവിവാഹിതകൾക്കുള്ള പെൻഷൻ, ഇന്ദിരാഗാന്ധി ദേശീയ ഭിന്നശേഷി പെൻഷൻ, ഇന്ദിരാഗാന്ധി ദേശീയ വിധവ വാർദ്ധക്യകാല പെൻഷനുകൾ, കർഷക തൊഴിലാളി പെൻഷനുകൾ, സർക്കാർ ജീവനക്കാർക്കുള്ള OPS, NPS, PF പെൻഷൻ, വിവിധ ക്ഷേമനിധി ബോർഡുകൾ നൽകുന്ന പെൻഷനുകൾ തുടങ്ങിയവയും വിതരണം ചെയ്യും. സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളുടെ അർഹതാ വിതരണം, നടപടിക്രമം എന്നിവ സംബന്ധിച്ച് വിവിധ ഉത്തരവുകളെല്ലാം ക്രോഡീകരിച്ച് പുതിയൊരു ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. ഡിസംബർ മാസത്തിലെ പെൻഷൻ വിതരണം സജീവമായ സാഹചര്യത്തിലാണ് ഗുണഭോക്താക്കൾക്ക് ആശ്വാസകരമായ മറ്റൊരു അറിയിപ്പ് എത്തിയിരിക്കുന്നത്. പെൻഷൻ കുടിശ്ശിക സമയബന്ധിതമായി വിതരണം ചെയ്യുന്നതിന്റെ ഭാഗമായി കെട്ടിട നിർമ്മാണ മേഖലകളിൽ ഉൾപ്പെടെയുള്ള ഗുണഭോക്താക്കൾക്ക് 3 ഗഡു പെൻഷൻ കുടിശ്ശികയാണ് അനുവദിച്ചിരിക്കുന്നത്. ഇവർക്ക് പരമാവധി 4800 രൂപ വീതമാണ് ഇത്തവണ എത്തിച്ചേരുക. ഇതോടൊപ്പം തന്നെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വർദ്ധിപ്പിച്ച പെൻഷൻ തുകയായ 2500 വീതം ഇനി മുതൽ എത്തിച്ചേർന്നേക്കും. ഇത് സംബന്ധിച്ചുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വരാൻ പോകുന്ന ബജറ്റിൽ ഇത് സംബന്ധിച്ച് സുപ്രധാന പ്രഖ്യാപനം ഉണ്ടായേക്കും. ഡിസംബർ മാസത്തിലെ പെൻഷൻ വിതരണം പൂർത്തിയാകുന്ന സാഹചര്യത്തിൽ ജനുവരി മാസത്തിൽ ന്യൂ ഇയറിനോടനുബന്ധിച്ച് ഗുണഭോക്താക്കൾക്ക് ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ പെൻഷൻ തുക എത്തിച്ചേർന്നു തുടങ്ങും. ഇതുകൂടാതെ സംസ്ഥാനത്ത് ഡിസംബർ മാസത്തിൽ വിതരണം ചെയ്ത പെൻഷൻ തുക ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഒട്ടുമിക്ക ഗുണഭോക്താക്കൾക്കും എത്തിച്ചേർന്നിട്ടില്ല. ഇവർക്കുള്ള വിതരണവും ഇന്നു മുതൽ സജീവമാകും. അടുത്ത പ്രധാന അറിയിപ്പ്, സർക്കാരിന്റെ ക്രിസ്മസ് സമ്മാനം 25 രൂപ നിരക്കിൽ 20 കിലോ അരി, 500 രൂപയ്ക്ക് 12 കിറ്റ്, ജനുവരി മുതൽ വെള്ള നീല കാർഡുകൾക്ക് ആട്ട എന്നിവ ലഭ്യമാകുമെന്നുള്ളതാണ്. സംസ്ഥാനത്ത് വെളിച്ചെണ്ണ വില കുറയുമെന്നും മന്ത്രി GR അനിൽ അറിയിച്ചു. സപ്ലൈകോ നോൺ സബ്സിഡി വെളിച്ചെണ്ണയ്ക്ക് 20 രൂപ കുറയ്ക്കും. 329 രൂപയ്ക്ക് 1 ലിറ്റർ ശബരി വെളിച്ചെണ്ണ സപ്ലൈകോ വഴി നൽകും. നേരത്തെ നോൺ സബ്സിഡി വെളിച്ചെണ്ണയ്ക്കുണ്ടായിരുന്നത് 349 രൂപയായിരുന്നു. സബ്സിഡി വെളിച്ചെണ്ണയ്ക്ക് 10 രൂപ കുറയും. 309 രൂപയ്ക്ക് ലഭിക്കും. 6 ജില്ലകളിൽ പ്രത്യേക ക്രിസ്മസ് ഫെയർ ഉണ്ടാകും. 25 രൂപ നിരക്കിൽ 20 കിലോ അരി ലഭിക്കും. ജനുവരി മുതൽ വെള്ള നീല കാർഡുകൾക്ക് കേന്ദ്രം ഗോതമ്പ് നൽകിയിരുന്നില്ല. സംസ്ഥാനത്തിന്റെ നിരന്തരമായ ഇടപെടൽ മൂലം ഗോതമ്പ് ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. ജനുവരി മുതൽ വെള്ള നീല കാർഡുകൾക്ക് ആട്ട ലഭ്യമാകുമെന്നും മന്ത്രി വ്യക്തമാക്കി. ക്രിസ്മസ് പുതുവത്സരാഘോഷത്തിന്റെ ഭാഗമായി ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്ക് ഓഫറുമായി സപ്ലൈകോ രംഗത്തെത്തിയിരിക്കുകയാണ്. ജനുവരി 1 വരെയാണ് സപ്ലൈകോ ക്രിസ്മസ് പുതുവത്സര ഫെയറുകൾ നടക്കുക. ഫെയറുകളിൽ കിലോഗ്രാമിന് 25 രൂപ നിരക്കിൽ 20 കിലോ അരി ലഭ്യമാകും. 500 രൂപയ്ക്ക് മുകളിൽ സബ്സിഡി ഇതര സാധനങ്ങൾ വാങ്ങിയാൽ 1 കിലോ ശബരിയുപ്പിന് 1 രൂപ നൽകിയാൽ മതിയാകും. കൂടാതെ 12 ഉൽപ്പന്നങ്ങൾ അടങ്ങിയ പ്രത്യേക കിറ്റും ഇന്നു മുതൽ ലഭിക്കും. 500 രൂപയാണ് കിറ്റിന്റെ വില. പഞ്ചസാര, തേയില, പായസം മിക്സ്, ശബരി അപ്പം പൊടി, മസാലകൾ എന്നിവ അടങ്ങിയ 667 രൂപയുടെ 12 കിറ്റാണ് 500 രൂപയ്ക്ക് ലഭിക്കുക. ബ്രാൻഡഡ് നിത്യോപയോഗ സാധനങ്ങൾക്ക് 5 മുതൽ 50% വരെ വിലക്കുറവുണ്ടാകും. പ്രമുഖ ബ്രാൻഡുകളുടെ 280-ലധികം ഉൽപ്പന്നങ്ങൾക്ക് പ്രത്യേക ഓഫറുകളും ഉണ്ടായിരിക്കും. 6 ജില്ലകളിൽ പ്രത്യേകമായി തയ്യാറാക്കിയ സ്ഥലങ്ങളിലാണ് ഫെയറുകൾ സംഘടിപ്പിക്കുക. തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനം, കൊല്ലം ആശ്രമം മൈതാനം, പത്തനംതിട്ട റോസ് മൗണ്ട് ഓഡിറ്റോറിയം, കോട്ടയം തിരുനക്കര മൈതാനം, എറണാകുളം മറൈൻ ഡ്രൈവ്, തൃശൂർ തേക്കിൻകാട് മൈതാനം എന്നിവിടങ്ങളിലാണ് ഫെയറുകൾ ഉണ്ടാകുക. എല്ലാ താലൂക്കുകളിലും സപ്ലൈകോയുടെ ഒരു പ്രധാന വിൽപ്പനശാല ക്രിസ്മസ് ഫെയറായി മാറും. ഉപഭോക്താക്കൾക്കായി പ്രത്യേക കൂപ്പണുകളും ഒരുക്കിയിട്ടുണ്ട്. 1000 രൂപയ്ക്ക് സബ്സിഡി സാധനങ്ങൾ വാങ്ങുമ്പോൾ കൂപ്പൺ വഴി 50 രൂപ ഡിസ്കൗണ്ട് ലഭിക്കും. സപ്ലൈകോയുടെ പെട്രോൾ പമ്പുകളിൽ നിന്നും 250 രൂപയ്ക്ക് ഇന്ധനം നിറയ്ക്കുന്ന ഇരുചക്ര വാഹനങ്ങൾക്കും ഓട്ടോറിക്ഷകൾക്കും 1000 രൂപയ്ക്ക് മുകളിൽ ഇന്ധനം നിറയ്ക്കുന്ന മറ്റു വാഹനങ്ങൾക്കും കൂപ്പണുകൾ ലഭ്യമാകും. ക്രിസ്മസ് പുതുവത്സര വിപണിയോടനുബന്ധിച്ച് സാധനങ്ങൾ വിലക്കുറവിൽ നൽകാനും തീരുമാനമായിട്ടുണ്ട്. 1 കിലോ ആട്ട 17 രൂപ നിരക്കിൽ നീല വെള്ള കാർഡുടമകൾക്ക് ലഭിക്കും. ഈ നിരക്കിൽ 2 കിലോ വരെ സപ്ലൈകോയിൽ നിന്ന് വാങ്ങാം. നേരത്തെ മഞ്ഞ പിങ്ക് കാർഡുടമകൾക്ക് മാത്രമായിരുന്നു ഈ നിരക്കിൽ ആട്ട നൽകിയിരുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കും. വരും മണിക്കൂറുകളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക.